ഹലോ ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ കാട്ടൂർ കിച്ചൺ. എന്തൊക്കെയുണ്ട് വിശേഷ സുഖമല്ല എല്ലാവർക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വരുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫും അതിലെ കുറച്ച് കാര്യങ്ങളും പിന്നെ കുറച്ച് കേക്കിൻ്റെ വിശേഷങ്ങളും പിന്നെ നമ്മൾ മെയിനായിട്ട് പിസ്സ ആക്കുന്ന ആ ഒരു പ്രൊസീജിയേഴ്സൊക്കെ അത് കാണിച്ചു തരുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന പിസ്സൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതുപോലെ വീഡിയോൻ്റെ ലാസ്റ്റ് നമ്മൾ കേക്കിൻ്റെ ഡെക്കറേഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ ഇവിടെ മഴ പെയ്ത ആ ഒരു സമയത്ത് രാവിലെ എടുത്ത അന്നത്തെ ഒരു വ്ളോഗാണ് കേട്ടോ. നല്ല മഴയും കാറ്റും തണുപ്പും പുറത്തിങ്ങനെ ഇറങ്ങി നടക്കാൻ തന്നെ ഭയങ്കര ഒരു മനസ്സമാധാനം എന്നല്ല നമ്മൾ പറയലില്ലേ, അത് അനുഭവിച്ച ആ ഒരു ദിവസം കൂടിയാണ് കേട്ടോ അന്ന്. നല്ല ഉണ്ടായി ഇങ്ങനെ നടക്കുമ്പോൾ. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മഴ പെയ്ത് കഴിയുമ്പോൾ ഇല്ലേ, വീടിൻ്റെ പുറത്തൊക്കെ ഉള്ള കാർ പോർച്ചിൻ്റെ മേലുള്ള സംഭവങ്ങളെല്ലാം പറന്ന് പോയിട്ടുണ്ടായിട്ട് കുറേ അങ്ങനെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടായിന്. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കും, എന്താ പറയുക, നമ്മുടെ നാട്ടിൽ എത്ര മഴ പെയ്യുന്നില്ലേ. അപ്പം നമ്മുടെ നാട്ടിലെ ഭൂമിക്ക് അത് ഉൾക്കൊള്ളാനുള്ള ആ ഒരു ശക്തിയെല്ലാം ഇല്ലേ അല്ലേ. ഇവിടെ ഇപ്പം ബിൽഡിംഗ് ആയാലെല്ലാം ഇവിടുത്തെ കാലാവസ്ഥൻ്റെ രീതിയിലല്ലേ അവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെതായ പല പ്രശ്നങ്ങളും, കുറച്ച് മഴ അധികം പെയ്യുമ്പം തന്നെ കംപ്ലീറ്റ് ചോർച്ചയും വെള്ളം ഉള്ളിൽ കയറലും അങ്ങനത്തെ എന്തെല്ലാം സംഭവം ഉണ്ടായിട്ടുണ്ടായിനി. പക്ഷേ എന്തായാലും പിറ്റേന്ന് രാവിലെ ആ പുറത്തേക്ക് ഇറങ്ങി നടക്കുമ്പോൾ മാഷാ അല്ലാഹ് ആ മനസ്സിന് കിട്ടുന്ന ഒരു കുളിരില്ലേ മഴയത്ത്. മഴ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നാട്ടിൽ നിന്നാലും ഞാൻ അധികം മഴക്കാലത്തൊക്കെ വീടൊക്കെ എടുക്കാറുണ്ടല്ലോ അല്ലേ. ഇൻഷാ അല്ലാഹ് ഇതിപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഞാനിപ്പോൾ ഇവിടെ ഫ്രോസൺ ആയിട്ട് വാങ്ങിയിട്ടുള്ള പിസ്സൻ്റെ ബേസാണ്. ഈ ഒരു ബേസ് നമുക്ക് ലുലുന്നൊക്കെ വാങ്ങുമ്പം ഫ്രഷ് ആയിട്ടുള്ളത് 3 ദിവസം കൊണ്ട് യൂസ് ചെയ്യുന്നത് കിട്ടും. പിന്നെ ഇതുപോലുള്ള ഫ്രോസൺ ആയിട്ടുള്ളത് കുറച്ചധികം കാലം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ആക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതുണ്ടാകുമ്പോൾ നമുക്ക് കുഴക്കേണ്ട ആവശ്യമില്ല, പൊങ്ങാൻ വെക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ എടുത്തിട്ട് നമ്മളെ കയ്യിൽ ഇപ്പോൾ ചിക്കനും പിന്നെ നമ്മളിപ്പം ഫുൾ ചിക്കനൊക്കെ വാങ്ങുകയാണെങ്കിൽ അതിൽ ബാക്കിയൊക്കെ ഉണ്ടാകുന്ന പീസെല്ലാം ഉണ്ടാവുമല്ലോ, അതെല്ലാം ഉപയോഗിച്ചിട്ട് ഞാൻ ചെയ്യലുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നും കൂടി നമുക്ക് പണി കുറഞ്ഞ് കിട്ടും. പിന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനിലൊക്കെ ഉണ്ടെങ്കിൽ ഇനിയിപ്പം മാരിനേറ്റ് ചെയ്ത ചിക്കൻ ബാക്കിയൊക്കെ ഉണ്ടാകുന്നതിനെ കൊണ്ടൊക്കെ നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ഇന്ന് ആക്കുന്നത് ഷവർമ്മ ഉണ്ടാക്കിയ ചിക്കൻ്റെ ബാക്കി ഷോപ്പിൽ നിന്ന് തന്നെ നമ്മൾ ഷവർമ്മ പീസ് എന്ന് പറഞ്ഞിട്ട് കിട്ടും. അങ്ങനെ വാങ്ങിക്കഴിഞ്ഞ കുറച്ച് ചിക്കൻ ഉണ്ടായിട്ടുണ്ടായിന്. അതുപോലെ അതിൻ്റെ കൂടെ നമ്മൾ പിസ്സ സോസ് ഓൾറെഡി റെഡിമെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ക്യാപ്സിക്കം, പിന്നെന്താ ചീസ്, മൊസറല്ല ചീസ്, അതുപോലെ ഷ്രെഡർ ചീസും ഞാൻ ഇതിൽ പിന്നെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഉള്ളി, തക്കാളി, ക്യാപ്സിക്കം, ഒലീവ്സ് ഇതൊക്കെ ചെറുതായിട്ട് കട്ടാക്കിയതും വെച്ചിട്ടുണ്ട്. അപ്പം ആകെ ഇല്ല പണിയെന്ന് പറയാൻ വേണ്ടിയിട്ട് പിന്നെ ജസ്റ്റ് ഈ വെജിറ്റബിൾസ് ഒന്ന് കട്ട് ചെയ്യണം. പിസ്സ സോസ് നമ്മൾ ഓൾറെഡി റെഡിമെയ്ഡ് വാങ്ങിയിട്ടുള്ളതാണ്. ബോട്ടിലിൽ നിന്ന് എടുത്തിട്ട് ഇതിൻ്റെ മേലിൽ സ്പ്രെഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ ഫുള്ളായിട്ട് നമ്മൾ മൈദയിലും വെച്ച് കുഴച്ചിട്ട് ഡോ ആക്കിയിട്ട് പിന്നെ പിസ്സ സോസെല്ലാം ആക്കുന്ന രീതിയിലുള്ള പിസ്സയും നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വേണമെന്നവർക്ക് അത് നോക്കാം കേട്ടോ. ജസ്റ്റ് മയോണൈസും നമ്മുടെ കെച്ചപ്പും ഉപയോഗിച്ചിട്ട് നമുക്ക് ബേസ് കൊടുത്തിട്ട് അങ്ങനെയും ചെയ്യാം. ഇത് ഈ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. മനസ്സിലായില്ലേ? ഇങ്ങനെയും ചെയ്യാം. നമുക്ക് ഏത് രീതിയിലാണ്, നമുക്കിപ്പോൾ ഒരുപാട് വീഡിയോ റെസിപ്പീസ് കണ്ടതിനാണ് നമുക്ക് ഏതാ കംഫർട്ട് നിന്ന് നോക്കിയിട്ട് നമുക്ക് ചെയ്യാമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ബേസ് വെച്ച് അതിൻ്റെ മേലിൽ നമ്മൾ സോസ് അപ്ലൈ ചെയ്ത് പിന്നെ കുറച്ച് മൊസറല്ല ചീസ് ഇട്ട് പിന്നെ ഇതാ കുറച്ച് പിന്നെ ചീസ് സ്ലൈസസ് ഇല്ലേ, അത് ഏകദേശം ഡേറ്റ് കഴിയാനായതുകൊണ്ട് കുട്ടികളെ ബ്രെഡിൻ്റെ അകത്തൊന്നും വെച്ചാൽ കഴിക്കൂല. പിസ്സയിലാകുമ്പോൾ ഇല്ലേ അവരറിയാണ്ട് അതങ്ങനെ തിന്നു പോകുന്നില്ലോണ്ട് ഞാനിങ്ങനെ തായാലും മേലായിട്ട് നല്ലോണം ഇട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഓൾറെഡി ഡേറ്റ് കഴിയാനുമായി. പിന്നെ അത് വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാവുമല്ലോ, നമ്മൾ കുത്തി നിറച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കില്ല. ആ ഒരു സംഭവം ഇന്ന് ഞാൻ ചെയ്യുന്നത്. അതുപോലെ പച്ചക്കറി എല്ലാം പിസ്സ ഇന്നാക്കിയാൽ തന്നെ അതിലെല്ലാം എടുത്തിട്ട് മാറ്റും. എന്നാലും പേടിപ്പിച്ച് കഴിഞ്ഞാൽ കുറച്ച് തിന്നുന്നേ ഉള്ളൂ. അതൊന്ന് ഡ്രൈ ആയിട്ട് ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണെന്നല്ല, മൊരിഞ്ഞിട്ട് വരുമ്പം തക്കാളിയും ഉള്ളിയെല്ലാം. അപ്പോൾ ഇതാ ഞാൻ ഇടുന്നതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കറക്റ്റായിട്ട് മനസ്സിലാവുന്നില്ലേ? ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ചിക്കൻ ഞാൻ അവിടെ ഷവർമ്മൻ്റെ ഷോപ്പിൽ പോയാലും അവരോട് വേറെ തന്നെ വാങ്ങുന്ന ചിക്കനാണ് കേട്ടോ. പ്ലെയിൻ ചിക്കൻ വേണമെന്ന് പറഞ്ഞാൽ 10-15 ദിറംസിന് അവർ ഒരു ബോക്സിലാക്കിയിട്ട് തരും. അതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നോർമൽ ചിക്കൻ ഉണ്ടെങ്കിൽ മുളകും അതുപോലെ ഉപ്പെല്ലാം മാരിനേറ്റ് ചെയ്ത് പൊരിച്ചെടുത്ത ചിക്കനും നമുക്ക് ഇതിൻ്റെ മേലെ വെക്കാം. പിന്നെ ഒരുപാട് മാരിനേഷൻ ഉണ്ട് കേട്ടോ. ഇത് ഞാൻ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കുന്ന രീതിയാണ് കാണിച്ചു തരുന്നത്.
അപ്പോൾ ഇതാ ഇതിൻ്റെ മേലിൽ നമ്മൾ മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ തക്കാളി നീളത്തിലരിഞ്ഞത്, അതുപോലെ ഒലീവ്സ്, ക്യാപ്സിക്കം, ഉള്ളി, ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാം. പിന്നെ വേണ്ട മസ്റ്റായിട്ടാണ് ഒറിഗാനോ. അത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല കേട്ടോ. അതിൻ്റെ ഫ്ലേവർ പിസ്സയൊക്കെ ഇല്ലെങ്കിൽ പിന്നെ അത് പിസ്സയായിട്ട് നമുക്ക് തോന്നില്ല. അതുകൊണ്ട് ഒറിഗാനോ മസ്റ്റാണ് കേട്ടോ. ഞാൻ ഒറിഗാനോ എനിക്ക് ഇവിടുത്തത് കുറച്ചും കൂടി നല്ല സ്മെല്ലായിട്ട് തോന്നലുണ്ട്. അപ്പം ഞാൻ നാട്ടിലേക്ക് പോകുന്ന സമയത്ത് ഈ ഒറിഗാനോ, അതുപോലെ ഒലീവ് ഓയിൽ, അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ ഇടുന്ന തന്നെയാണ്. ചിലത് നമുക്ക് അങ്ങനെ തോന്നും, ചിലത് നാട്ടിലതായിരിക്കും നല്ലത്, ചിലത് ഇവിടുത്തെ ആയിരിക്കും നല്ലത്. അങ്ങനെ മാറ്റി മാറ്റി കൊണ്ടുപോകാറുണ്ട്. ഇതിപ്പോൾ നമ്മുടെ കൺവെൻഷൻ ഓവനിൽ ഒരു 150 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് ബേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ യമ്മി ആയിട്ടുള്ള പിസ്സ റെഡിയായി. ഇനിയിപ്പോൾ കട്ട് ചെയ്തിട്ട് തിന്നേണ്ട പണിയേ ഉള്ളൂ. വളരെ ഈസി അല്ലേ? അപ്പോൾ ഇതാ ഒന്ന് ഞാൻ ഇങ്ങനെ റെഡിയാക്കിയിട്ടുണ്ട്. 2 പിസ്സ ബേസ് എന്തിനാണ് എടുത്തെന്നറിയാം. ഒന്ന് ഞാൻ റീലായിട്ട് ഇൻസ്റ്റയിൽ ഇടാൻ വേണ്ടിയിട്ട് മറ്റൊരു രീതിയിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ പിസ്സൻ്റെ റെസിപ്പി കറക്റ്റായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ പിസ്സയൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് ഇസ്തിരിയിലാണ്. 1 വീക്കിലേക്കുള്ള ഹസ്ബൻഡിൻ്റെ പാൻറ്റും ഷർട്ടും അതുപോലെ മക്കളതൊക്കെ ഇസ്തിരിയിട്ട് വെക്കൽ. ആ ഒരു ഇറങ്ങാൻ ഭയങ്കര മടിയാണ് ഇസ്തിരി ഇടാനും. പക്ഷേ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഇങ്ങനെ പോയിക്കോളും. നമ്മൾ ഉള്ളിൽ നിന്ന് വേണ്ടാത്തത് വേണ്ടുന്നത് എല്ലാം എടുത്തിട്ട് അങ്ങനെ ഒരു ഇസ്തിരി ഇടില്ല. പക്ഷെ അതിന് ഇറങ്ങാൻ നല്ല മടിയാണ്. അതുപോലെ അങ്ങനെ ഫുള്ളായിട്ട് ഇസ്തിരി ഇടലാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇന്ന് പുറത്ത് പോകേണ്ട ഒരു ആവശ്യമുണ്ട് ഷോപ്പിൽ. നമ്മളെ റൂമിൻ്റെ അടുത്ത് തന്നെ, ഞാൻ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസെല്ലാം നേരത്തെ കാണുന്നവരാണ്, നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്ത് തന്നെ 2-3 മോളെല്ലാം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടത്തേക്കാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. അതിനിടയിൽ ഫിനിഷ് ചെയ്യേണ്ട ഒരു കേക്കും ഉണ്ടായിന്, പാവ് പെട്രോൾ തീമിൻ്റെത്. ഇത് വരുന്നത് പിന്നെ കാണുന്നതൊക്കെ കട്ട് ചെയ്യാൻ നല്ല പണിയാണ്. നല്ല അതിൻ്റെ നമ്മളിപ്പം ഇത് ഫോട്ടോ പ്രിൻ്റാണ്, നോർമൽ ഫോട്ടോ പ്രിൻ്റാണ്, എഡിബിളല്ല. അപ്പോൾ അത് കട്ട് ചെയ്യുക, അത് പ്രിൻ്റ് എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് അതേപോലെ ഫിനിഷ് ആക്കാൻ നല്ല ജോലിയാണ്. 2 kg വരുന്ന 2 kgൻ്റെ പിസ്താച്ചോ കേക്കാണ് നിങ്ങളെ കണ്ടത്. അതുപോലെ തന്നെ അതിൻ്റെ പുറത്ത് ബ്ലൂ കളറൊക്കെ വെച്ച് നല്ല ഹൈറ്റിൽ കൊടുത്ത കേക്കാണ്. കേക്കിൻ്റെ ഫീഡ്ബാക്ക് ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് അപ്ലോഡ് ചെയ്യാം കേട്ടോ, നിങ്ങൾ കേട്ടോക്ക്. പിന്നെ ഇതെന്താ സംഭവം നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ കമൻസിൽ അറിയിക്കുക കേട്ടോ. നോക്കട്ടെ ആർക്കെങ്കിലും മനസ്സിലാവോ എന്നുള്ളത്. അതിൻ്റെ പേരൊക്കെ കണ്ട സ്ഥിതിക്ക് നിങ്ങൾക്ക് മനസ്സിലാവാൻ സാധ്യതയുണ്ട്. പക്ഷെ ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഈ രീതിയിൽ ഇങ്ങനത്തെ കപ്പ് കേക്ക്സിൻ്റെ മോഡലും അതുപോലെ മാക്രോൺസ് കാര്യങ്ങൾ അതിൻ്റെയൊക്കെ സംഭവം ഡിസൈനിൽ അത് നാടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ അറിയിക്ക്, ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറഞ്ഞുതരാം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ. അപ്പോൾ അവിടുന്ന് നമ്മൾ കാർഫോറിലാണ് കേട്ടോ അത് പോയത്. നമ്മൾ അവിടുന്ന് കുറച്ച് സാധനങ്ങളും പർച്ചേസ് ചെയ്തിട്ട് പിന്നെ രാത്രിയത്തെ ഫുഡ് പുറത്തുനിന്ന് ആക്കാമെന്നില്ലയിൽ നമ്മളെ റൂമിൻ്റെ അടുത്ത് തന്നെയുള്ള ബന്യാസ് കോപ്പറേറ്റീവിൻ്റെ അകത്ത് ഉള്ള ഒരു അറബിക് റെസ്റ്റോറൻ്റാണ് കേട്ടോ ഇത്. ഇവിടെ പോയപ്പോൾ ഇല്ലേ എനിക്ക് പറയാതിരിക്കാൻ വയ്യ. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഇവിടെ UAE വന്നിട്ട് ഇപ്പോൾ ഒരുപാട് ഇവിടെ വരാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരുപാട് വർഷമായല്ലോ. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് ഫീൽ ചെയ്യുന്നതാണ്ട ഈ കാണുന്ന കുബൂസ് കണ്ട. ഈ കുബൂസ് പിന്നെ കഴിക്കുമ്പം ആ ഒരു ഫ്രഷ്നെസ്, അതിൻ്റെ ആ ഒരു പുക പോകുന്നതില്ലേ, ഭയങ്കര ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആർക്കെങ്കിലും ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബന്യാസ് നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെ അതിൻ്റെ അകത്തുള്ള അറബിക് റെസ്റ്റോറൻ്റാണ്. എനിക്ക് പേര് നോക്കാൻ മറന്നുപോയി. നിങ്ങൾക്ക് അവിടെ കയറിക്കഴിഞ്ഞാൽ മനസ്സിലാവും. KFCൻ്റെ എല്ലാം അടുത്തായിട്ടാണ് വരുന്നത്. ഒന്ന് കഴിച്ചിട്ടെങ്കിൽ ഈ ഒരു കുബൂസും അതുപോലെ തന്നെ അമ്മൂസും പിന്നെ അത് 2 തിന്നാൽ തന്നെ വയറ് ഫുള്ളാവും. പിന്നെ ഓർഡർ ചെയ്യുമ്പം അധികം ചിക്കൻ ഓർഡർ ചെയ്യാതിരിക്കുക നല്ലതെന്ന് വെച്ചാൽ ആ കുബൂസിൻ്റെ ടേസ്റ്റ് കൊണ്ട് നമ്മൾ അതന്നെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പം തന്നെ നമ്മളെ വയറ് ഫുള്ളാവും. അപ്പോൾ ആ ഒരു കാര്യം മറക്കരുത് കേട്ടോ. അപ്പം അത് നിങ്ങൾ ഈ ബന്യാസ് ഭാഗത്തിലാണെങ്കിൽ എന്തായാലും വന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഞങ്ങൾക്ക് ഇതിൻ്റെ കൂടെ നിങ്ങൾക്കിതാ ഒരു കേക്കിൻ്റെ ഡിസൈനും കൂടി ഡെക്കറേഷനും കൂടി കാണിച്ചു തരുന്നുണ്ട്. നമ്മൾ ഓൾറെഡി ഷോർട്ടെല്ലാം ആക്കിയിട്ട് ഇതിട്ടതാണ് വീഡിയോ. ഇതിപ്പോൾ പെറ്റൽ നോട്ട്സിൽ നമ്മളിപ്പോൾ എടുത്തത് 104 ആണ്. കറക്റ്റ് എടുക്കുകയാണെങ്കിൽ ആ ഒരു സൈസിൽ കിട്ടും. 103, 102 ഒക്കെ എടുത്തിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ സാധിക്കും. നമ്മളെ ക്രീം നല്ല സ്മൂത്തായിരിക്കണം കേട്ടോ, അതൊന്ന് ശ്രദ്ധിക്കാൻ. എന്നിട്ട് ഇങ്ങനെ പെറ്റൽസ് ഇട്ട് കൊടുക്കാൻ. കുറച്ച് വലിയ നോസിൽ ഇതേ പെറ്റൽ നോസിൽ കുറച്ച് വലിയ സൈസിൻ്റെ അതിൻ്റെ വായിൻ്റെ അടുത്ത് വലുതാണെങ്കിൽ എന്താവും പിന്നെ ഒരു 6 പ്രാവശ്യമൊക്കെ ആകുമ്പോഴേക്കന്നെ നമുക്ക് നല്ലൊരു ഡെയ്സി ഫ്ലവർ വരച്ചെടുക്കാൻ പറ്റും. ഇത് നമ്മൾ 8, 10 എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തെടുക്കുക. ഞാൻ പറഞ്ഞ പോലെ ക്രീം കുറച്ചും കൂടി സ്മൂത്ത് ആണെങ്കിൽ ഇതിനും ഭംഗിയായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ.
ഞാൻ പിന്നെ ഒരു ഹറി ബറി രീതിയിലാണ് പെട്ടെന്ന് ചെയ്ത് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ. ഇതുപോലെ ഇങ്ങനെ ഫുള്ളായിട്ട് റൊട്ടേറ്റ് ചെയ്തിട്ട്, അതുപോലെ ഞാനിപ്പോൾ ചെയ്യുന്നതിൻ്റെ ഒരു അബദ്ധം എന്ന് പറയുന്നില്ലേ, ഞാൻ ടേൺ ടേബിൾ യൂസ് ചെയ്യാണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മിസ്റ്റേക്കും പിന്നെ ക്യാമറ വെക്കുന്നതും എല്ലാം കൂടി ഞാൻ ഒരു ഹറി ബറിയിൽ ചെയ്തത് കൊണ്ട് ആണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. നിങ്ങൾ ടേൺ ടേബിളിലൊക്കെ വെച്ചിട്ട് നല്ല സമാധാനത്തിൽ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ഡിസൈനുമാണ്, നല്ല എളുപ്പമാണ്, കാണാനും നല്ല ഭംഗിയുള്ളതാണ്. ഇതിൻ്റെ സെൻട്രലായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത് യെല്ലോ കളറാണ്. അത് കൊടുത്തിട്ട് ഇതുപോലെ ഡിപ്പ് ചെയ്ത് കൊടുത്താൽ മതി സെൻറ്ററിൽ. അപ്പോൾ നല്ലൊരു ഡെയ്സി ഫ്ലവർ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതിൻ്റെ തന്നെ പല കളറിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടാ. നല്ല ക്യൂട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഞാൻ കുറേ കാലമായി ഇത് ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. ഇപ്പോഴാണ് അതിൻ്റെ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടായത്. പിന്നെ ഈ ഒരു കേക്ക് എന്ന് പറയുന്നതില്ലേ, ഞാൻ ഉണ്ടാക്കുമ്പം കുറച്ച് ലെഫ്റ്റ് ഓവറായിട്ട് വരുന്ന പീസെല്ലാം വെച്ചിട്ട് അങ്ങനെ തട്ടിക്കൂട്ടി ആക്കിയ ഒരു കേക്കും കൂടിയാണ് കേട്ടോ. പിന്നെ നമുക്ക് ചിലതൊക്കെ നമ്മൾ ഇങ്ങനെ ബാക്കി വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, നമുക്കത് കളയാനും മനസ്സുണ്ടാവില്ല. അപ്പം കുട്ടികൾ അധികം എൻ്റെ റൂമിൻ്റെ അടുത്തുള്ള കുട്ടികളൊക്കെയാണ് ഇവർ. അപ്പോൾ ഇവർക്കൊക്കെ എൻ്റെ കേക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളെ മക്കൾക്കത് ഇഷ്ടമല്ലേ, ചില നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നതുകൊണ്ട്. അപ്പം ഈ മക്കൾക്കൊക്കെ വേണ്ടിയിട്ടാണ് അന്ന് ആ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായത്. അങ്ങനെ കുട്ടികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും വരും കേട്ടോ വീട്ടിൽ വന്നിട്ട്. പിന്നെ കുറച്ച് കേക്ക് ബാക്കിയുള്ളതൊക്കെ ഇവരൊക്കെ തന്നെയാണ് എൻ്റെ ആൾക്കാർ. കേക്ക് ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് വരുന്ന ആൾക്കാർ. മാഷാ അല്ലാ, എൻ്റെ മക്കൾക്കെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നത് കാണുമ്പോൾ അവർക്ക് അതിനോടൊരു താല്പര്യം വളരെ കുറവാണ്. അപ്പോൾ ഇൻഷാ അല്ലാ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ ഇറ്റ്സ് ബൈ ഫ്രം കട്ട്. അയ്യോ ചേച്ചി, ഇന്നലെ മെസ്സേജ് അയക്കണമെന്ന് വിചാരിച്ചതാ, സമയം കിട്ടിയില്ല, ഒത്തിരി ലേറ്റായി. അയ്യോ എന്നാ പറയുക, സൂപ്പർ കേക്കായിരുന്നു കേട്ടോ, സൂപ്പർ. എന്നെ ടേസ്റ്റാ, എങ്ങനെ ഇത്ര ടേസ്റ്റുള്ള കേക്ക് ഉണ്ടാക്കുന്നത്? ഭയങ്കര ടേസ്റ്റായിരുന്നു, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഹസ്ബൻഡും എന്നോട് പറയണം അടിപൊളി കേക്കായിരുന്നെന്ന് പറയണം, മെസ്സേജ് അയക്കണം എന്നൊക്കെ പറഞ്ഞു. സൂപ്പറായിരുന്നു കേട്ടോ.